കുറച്ച് നേരം ബാൽക്കണിയിൽ വന്ന് നിൽക്കാന്ന് ഓർത്ത് വന്ന് നിന്നതാണ്. അപ്പോഴേക്കാണ് ഇതാ നമ്മുടെ വേസ്റ്റുകാരൻ അകലേന്ന് വരുന്ന കണ്ടത്. ഈ വേസ്റ്റ് എടുക്കാൻ വരുന്ന ആൾക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ആളിങ്ങനെ വിസിലൂതിയാണ് വരിക. അപ്പോൾ നമ്മൾ ഈ വിസിലടി കേൾക്കുമ്പോൾ തന്നെ വേഗം അടുക്കളയിൽ പോയിട്ട് നമ്മുടെ വേസ്റ്റ് എടുത്തുകൊണ്ട് വരും. ചില സമയങ്ങളിൽ നമ്മൾ ആ എടുക്കാൻ പോയ സമയമുണ്ടല്ലോ, ആ സമയത്തിനുള്ളിൽ ആളങ്ങ് പോയി കളയുന്നേ. ചിലപ്പോൾ ആൾ സൈക്കിൾ ചവിട്ടിയാണ് പോണെങ്കിൽ ഭയങ്കര സ്പീഡിൽ അങ്ങ് പോവും. ഞാൻ വേസ്റ്റ് എടുത്ത് താഴേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ സച്ചു എത്തിയിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി സച്ചു നേരത്തെ വരുന്ന സമയങ്ങളിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. വീട്ടിൽ സച്ചും കൂടി ഉള്ളപ്പോഴാണ് ശരിക്കും വീടായിട്ടിരിക്കുള്ളൂ. വീടെന്ന് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഞാനൊരു കാര്യം ഓർത്തത്. നമ്മളിവിടെ ബംഗാളിലേക്ക് ഷിഫ്റ്റ് ആയപ്പോൾ മുതൽ അന്ന് മുതൽ ഇപ്പോഴും എനിക്ക് വരുന്ന മെസ്സേജാണ്, സ്വന്തം വീട് മിസ് ചെയ്യാറില്ലേന്ന്. ആക്ച്വലി ഞാനിപ്പോൾ ഒരു ഫാമിലി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പം എൻ്റെ വീട് അല്ലെങ്കിൽ എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഞാനും സച്ചും കൂടെ ചേർന്നതാണ്. ഇനി എനിക്ക് ഉണ്ടായിരുന്ന എന്തിനേക്കാളും ഞാനിപ്പോൾ വാല്യൂ ചെയ്യുന്നത് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഈ ഒരു ടൈമാണ്. ഈ ഒരു ടൈമിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് നല്ലപോലെ അറിയാം കേട്ടോ. നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമുള്ളപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫ്രീഡം, നമുക്ക് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട്, കെയർ, ലവ്, ഇതൊക്കെ ഞാൻ ഇത് അനുഭവിക്കുമ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ വാല്യൂ തിരിച്ചറിയുന്നുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാനും സച്ചും കൂടെ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കണമെന്നോ അല്ലെങ്കിൽ ഞാനും സച്ചും കൂടെ സച്ചുവിൻ്റെ വീട്ടിൽ നിൽക്കണമെന്നോ ഞാൻ ശരിക്കും ആഗ്രഹിച്ചിട്ടില്ല. ഞങ്ങൾ രണ്ടാളും മാത്രമായിട്ട് എവിടേക്കെങ്കിലും നിൽക്കണം എന്നാണ് എപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ കേട്ടോ. എനിക്ക് തോന്നുന്നു മെജോറിറ്റി കപ്പിൾസ് അങ്ങനെ തന്നെയായിരിക്കും ആഗ്രഹിക്കുക. ഇപ്പം എൻ്റെ പിയർ ഗ്രൂപ്പ്സിൽ തന്നെ ആൾക്കാരായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാവരും ഏറെക്കുറെ ഈ കാര്യത്തിൽ ഒരേ ഒരു ചിന്താഗതിയുള്ള ആൾക്കാരാണ്. ഈ കല്യാണം കഴിയുന്നതോടെ പെൺകുട്ടികൾക്ക് മാത്രം പെൺകുട്ടികളുടെ വീട് മിസ് ചെയ്യുന്നു എന്നുള്ളൊരു ആ ഒരു പണ്ടത്തെ രീതി ഒന്ന് മാറിയിട്ട് നമ്മൾ പെൺകുട്ടി ആയാലും ആൺകുട്ടി ആയാലും അവർ രണ്ടും കൂടെ വേറൊരു സ്ഥലത്തേക്ക് മാറുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പൊതുവേ അങ്ങനെ കുറവാണല്ലോ. നമ്മൾ കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി താമസിക്കുന്നു, അങ്ങനെയാണല്ലോ. ഇപ്പം എൻ്റെ കേസിലായാലും ഞാൻ ആദ്യം ട്രിവാൻഡ്രത്തായിരുന്നു. പിന്നെ ഇങ്ങനൊരു അവസരം കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയത്. പൊതുവേ പണ്ട് മുതലേ നമ്മുടെ ഒരു സിസ്റ്റം അങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ എന്ന് എനിക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ തോന്നിപ്പോവാണ്. ഇപ്പം നമ്മുടെ പാരൻസ് ആയാലും നമ്മുടെ പാർട്ട്ണറിൻ്റെ പാരൻസ് ആയാലും മാറ്റി നിർത്തണം അങ്ങനെയൊന്നുമല്ല. നമ്മൾ അവരോടുള്ള ആ ഒരു കടമ, റെസ്പോൺസിബിലിറ്റി എന്നും നമ്മുടെ മനസ്സിലുണ്ടാവണം. പക്ഷേ നമുക്ക് തന്നെയായിട്ട് നിൽക്കാനൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് വിനിയോഗിക്കാം കേട്ടോ. വർത്താനത്തിനിടയിൽ നമ്മളൊരു അടിപൊളി സാലഡൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ റെസിപ്പി ഞാൻ പറ്റുകയാണെങ്കിൽ ഒരു ദിവസം ഷെയർ ചെയ്യാം കേട്ടോ.